വളരെ പെട്ടെന്ന് തന്നെ ബ്രെഡ് ഉപയോഗിച്ചുകൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്കൊരു ഹോം മെയ്ഡ് പിസ്സ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതുണ്ടാക്കുന്നതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. ഈ ഒരു പിസ്സ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം. ഇത് ചെറിയ പീസുകളാക്കിയിട്ട് മുറിച്ച് വെച്ച ചിക്കനാണ്. ഇതിലേക്ക് ആദ്യം തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്ത ശേഷം ഒരു 15 മിനിറ്റോളം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു പാൻ വെച്ച് ചൂടായ ശേഷം അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഒലീവ് ഓയിലോ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്നും ചേർത്ത് കൊടുക്കരുത്. ഇനി നമ്മൾ നേരത്തെ മസാല തേച്ച് വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു സൈഡ് 5 മിനിറ്റോ അതേപോലെ തന്നെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് കൂടി കുക്ക് ചെയ്തെടുത്താൽ മതി. വളരെ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. അടുത്തതായിട്ട് നമുക്ക് പിസ്സയുടെ ബേസ് തയ്യാറാക്കിയെടുക്കണം. അതിനായിട്ട് ഒരു 7-8 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് ചെറിയ പീസുകളാക്കിയിട്ട് ഒന്ന് മുറിച്ചെടുക്കാം. മിക്സിയിലിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്നില്ലെങ്കിൽ ഇതേപോലെ ഒരു കത്തി വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ കൈ കൊണ്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കുകയോ ചെയ്താൽ മതി. ഇതുപോലെ കട്ട് ചെയ്തെടുത്ത ശേഷം നമുക്കിതവിടെ മാറ്റി വെക്കാം. എന്നിട്ട് നമുക്കിനി ഇതിലേക്ക് വേണ്ടത് മുട്ടയാണ്. അപ്പോൾ ഒരു ബൗളിലേക്ക് ഒരു 3 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. മുട്ട ഒന്ന് ഇതുപോലെ ഇളക്കിയ ശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച ബ്രെഡ് ഈ മുട്ടയുടെ മിക്സിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കിയിട്ട് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കണം. കഷ്ണങ്ങളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് ഉടച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഈ പിസ്സയിലേക്ക് വേണ്ട ഒരു ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചിക്കന് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ്. തക്കാളി ഇതുപോലെ കുരു കളഞ്ഞിട്ട് ചെറിയ പീസാക്കിയിട്ട് മുറിച്ചെടുത്തതാണ്. അതേപോലെ തന്നെ ചെറിയ പീസാക്കിയിട്ട് മുറിച്ചെടുത്ത ഉള്ളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മൊസറല്ല ചീസാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചീസ് ചേർത്ത് കൊടുക്കാം. പിസ്സ ആയതുകൊണ്ട് ഞാൻ മൊസറല്ല ചീസ് ചേർത്ത് കൊടുത്തെന്നുള്ളൂ. പിന്നെ അതേപോലെ തന്നെ ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം ഉള്ളവർക്ക് ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് പിസ്സ തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് നമ്മൾ പിസ്സ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പാൻ എടുത്ത് വെച്ച് ചൂടായ ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ച ബ്രെഡും മുട്ടയും കൂടി ചേർത്തിട്ടുള്ള മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു പാനിന് കണക്കായിട്ട് നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്തിട്ട് ഒരു ഷേപ്പിലാക്കി എടുക്കാം. ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് ഇതെല്ലാ സൈഡിലും ഒരുപോലെ എത്തുന്ന രീതിയിൽ നമുക്കിതൊന്ന് പരത്തിയിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കാം. പാനിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ബ്രെഡിൻ്റെയും മുട്ടേൻ്റെ അളവൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണം. ഇപ്പം നല്ല രീതിയിൽ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഒരുപോലെ ഇത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കണം. ആദ്യം തന്നെ നമ്മൾ ബ്രെഡ് ഇടുന്ന സമയത്ത് ഇത് ലോ ഫ്ലെയിമിൽ വെക്കണം. അപ്പോൾ ഇതൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ 5 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. മറിച്ചിടാനായിട്ട് ഇതുപോലൊരു പ്ലേറ്റ് വെച്ചിട്ട് ഇതൊന്ന് മറിച്ചിടുന്നതായിരിക്കും നല്ലത്. നമ്മൾ സ്പൂൺ കൊണ്ടൊക്കെ മറിച്ചിടാൻ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് പൊട്ടിപ്പോവും. അപ്പോൾ ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. പിസ്സ സോസ് ഉള്ളവർക്ക് പിസ്സ സോസ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. സോസ് തേച്ച് കൊടുത്ത ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി മാറ്റി വെച്ച ഫില്ലിങ് ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കുക. അത് ഫുള്ളായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മൊസറല്ല ചീസ് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തതാണ്. അതുപോലെ തന്നെ കുറച്ച് ടൊമാറ്റോ സോസ് കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒന്നുകൂടെ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ നമ്മൾ അടിപൊളി പിസ്സ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്, അതേപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇത് വീഡിയോ ഇഷ്ടമായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ.